മസാല ഉണ്ടാക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കും. അതിന്റെ ഗ്രില്ല് ചെയ്തെടുത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് രണ്ടും തുല്യ അളവിൽ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുമിൻ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തേക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ടിക്ക മസാലയ്ക്ക് നല്ലൊരു റെഡ് കളർ ഉണ്ടാവും. ഇനി നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് നമുക്ക് റെഡ് ഫുഡ് കളർ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇതെല്ലാം കൂടിയിട്ട് ചിക്കനിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒരു 4 മണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുന്നത്. ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ പ്യൂരി വേണം. ടൊമാറ്റോ പ്യൂരി ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി നമ്മൾ നന്നായിട്ട് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ തക്കാളിയുടെ പുറത്തെ സ്കിന്നിങ്ങനെ വിട്ടുപോരും. അങ്ങനെ സ്കിന്ന് വിട്ടു പോകാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ആ തക്കാളിയുടെ സ്കിന്നെടുത്ത് മാറ്റിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അങ്ങനെയാണ് ഞാനിവിടെ ടൊമാറ്റോ പ്യൂരി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെ വേണ്ടത് കാഷ്നട്ട് പേസ്റ്റ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ, ഒരു 2 നുള്ളു കുരുമുളക് പൊടി, പിന്നെ ഫെനുഗ്രീക്ക് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഈ ഫെനുഗ്രീക്ക് ലീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയുടെ എല്ലാം ഉണക്കി പൊടിച്ചതാണ്. പിന്നെ ഒരു 2 നുള്ളു കുരുമുളക് പൊടി, പിന്നെ ക്രീം വേണം. ആ ക്രീം നമ്മൾ ചിക്കൻ ടിക്ക മസാലയ്ക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ക്രീം ഹെവി ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ ചിക്കനിലേക്ക് നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത്. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലിൻ്റെ പാനാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ പാൻ്റെ എല്ലാ സൈഡിലാവണം. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു തവ എടുക്കുക. എന്നിട്ട് തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 375 ഡിഗ്രി ഫാരനൈറ്റിലാണ് ഓവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ചിക്കൻ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നമുക്കൊന്ന് മറ്റേ സൈഡ് കൊണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇതിൽ ചിക്കൻ്റെ ചെറുതായിട്ടൊരു ഗ്രേവി ഉണ്ട്. ഈ ഗ്രേവി നമുക്ക് ആ ചിക്കൻ ടിക്ക മസാലയിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണം സവോള ചേർക്കാം. അപ്പോൾ സവോള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു നുള്ളു കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല. അതൊരു നുള്ളി ചേർക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ ചിക്കൻ ടിക്ക മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടുക. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക.
ടൊമാറ്റോ പ്യൂരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രീം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഫെനുഗ്രീക്ക് ലീവ്സ് ചേർക്കാം. കാഷ്നട്ട് പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് മതിയാവും, കാരണം നമ്മൾ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ചേർക്കാം. ഈ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ചേർക്കാം. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ ടിക്ക മസാലയ്ക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർക്കാം. ഈ നമുക്കൊരു സർവിങ് ബൗളിലേക്ക് പകർത്താം.